മനുഷ്യജീവിതത്തിന് ഒരു അച്ചടക്കവും ക്രമവും ഉയർച്ചയും ഒക്കെ കൈവരിക്കണമെങ്കിൽ നിയമങ്ങൾ ആവശ്യമാണ്. നിയമങ്ങൾ എഴുതി ഉണ്ടാക്കുന്നതും നടപ്പാക്കുന്നതും മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണ്. അത് സഭയിലാണെങ്കിലും പൊതുലോകത്താണെങ്കിലും നിയമങ്ങൾ എപ്പോഴും മനുഷ്യ നന്മയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ആ നിയമങ്ങൾ തന്നെ മനുഷ്യന് ഒരു കെണിയായിട്ട് മാറിക്കഴിഞ്ഞാൽ, ഈ പശ്ചാത്തലത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 6-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം ചിന്തിക്കുകയാണ്. ഒരു ശബ്ബത്തിൽ യേശു വിളഭൂമിയിൽ കൂടി കടന്നു പോകുമ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കതിർ പറിച്ച് കൈകൊണ്ട് തിരുമ്മി തിന്നു. പരീശന്മാരിൽ ചിലർ ശബ്ബത്തിൽ വിഹിതമല്ലാത്തത് നിങ്ങൾ ചെയ്യുന്നത് എന്ത് എന്ന് പറഞ്ഞു. യേശു അവരോട്, ദാവീദ് തനിക്കും കൂടെയുള്ളവർക്കും വിശന്നപ്പോൾ എന്താണ് ചെയ്തത്? അവൻ ദൈവാലയത്തിൽ ചെന്നു പുരോഹിതന്മാർ മാത്രമല്ലാതെ ആരും തിന്നരുതാത്ത കാഴ്ചയപ്പം വാങ്ങി തിന്നുകയും കൂടെയുള്ളവർക്ക് കൊടുക്കുകയും ചെയ്തു എന്നുള്ളത് നിങ്ങൾ വായിച്ചിട്ടില്ലയോ? ഇന്നത്തെ തിരുവെഴുത്ത് നമ്മോട് സംസാരിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. യേശു കർത്താവ് ശബ്ബത്ത് ദിവസം ഒരു വയലിലൂടെ, വിളഭൂമിയിലൂടെ കടന്നു പോയപ്പോൾ ഉണ്ടായ ഒരു ചെറിയ സംഭവമാണ് നമ്മൾ വായിച്ചത്. ഈ സംഭവത്തിൽ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുടെ വിശപ്പും പരീശന്മാരുടെ കുറ്റാരോപണവും അതിന് യേശു കൊടുത്ത മറുപടിയും ആണ് നാം കാണുന്നത്. ശബ്ബത്ത് എന്ന വ്യവസ്ഥ ദൈവമാണ് നിയമിച്ചത്. മനുഷ്യൻ്റെ 6 ദിവസത്തെ അധ്വാനത്തിന് ശേഷമുള്ള 7-ാം ദിവസം വിശ്രമത്തിനു വേണ്ടിയും സമാധാനത്തിനു വേണ്ടിയും ദൈവസാന്നിധ്യം അനുഭവിക്കുവാനും സ്നേഹം പങ്കിടുവാനും സ്നേഹം ആചരിക്കുവാനും ഒക്കെയായി ദൈവം കൊടുത്ത നിയമമാണ് ശബ്ബത്ത്. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ശബ്ബത്ത് കുറച്ച് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചട്ടക്കൂട്ടിൽ ഒതുങ്ങിപ്പോയി. അന്നത്തെ പരീശന്മാരെ പോലെ ഇന്നും നമ്മുടെ ആത്മീയ സമൂഹത്തിൽ കാണുന്ന ചില കാര്യങ്ങളുണ്ട്. നിയമങ്ങൾ കാത്തു സൂക്ഷിക്കുന്നതിലാണ്, നിയമങ്ങൾ നടപ്പാക്കുന്നതിലാണ് ഇന്നത്തെ പരീശന്മാരുടെ ശ്രദ്ധ മുഴുവൻ. മനുഷ്യൻ്റെ വേദന അവർ കാണുന്നില്ല. അവൻ്റെ വിശപ്പും ദാഹവും ആവശ്യങ്ങളും അറിയാമെങ്കിലും അറിഞ്ഞതായി നടിക്കുന്നില്ല. അപ്പോഴും ആലയത്തിലെ നിയമങ്ങൾ, ആരാധനയുടെ ക്രമങ്ങൾ, ആചാരങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് പാലിക്കുന്നു എന്നവർ ഉറപ്പാക്കുന്നു. ലംഘിക്കുന്നവരെ അവർ നിശ്ചിതമായിട്ട് വിമർശിക്കുന്നു. ആരാധന നടക്കുമ്പോൾ ആത്മീയ കാര്യങ്ങൾ കൃത്യമായിട്ട് നടപ്പാക്കുവാൻ, നിയമങ്ങൾ നടപ്പാക്കുവാൻ ഉത്സുകരാകുമ്പോൾ അതിനകത്ത് വിശപ്പുള്ളവരുടെ വിശപ്പ് മനസ്സിലാക്കാതെ പോകുന്നു. വസ്ത്രം ധരിക്കുവാനില്ലാത്തവൻ്റെ കണ്ണുനീര് കാണാതെ പോകുന്നു. ഉപജീവനത്തിന് നിവൃത്തിയില്ലാത്തവൻ്റെ വേദന തിരിച്ചറിയാതെ പോകുന്നു. പലപ്പോഴും നിയമങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കൊടുക്കേണ്ട സഹായങ്ങൾ പോലും നിഷേധിക്കുന്നു. ഇത് ചെയ്യുവാൻ പാടില്ല എന്നുള്ള വിലക്കുകൾ അവിടെ നടപ്പാകുന്നു. ഇതെല്ലാം വാസ്തവത്തിൽ കരുണ എന്ന് പറയുന്ന ആ ദൈവിക സ്വഭാവം, സ്നേഹമെന്ന് പറയുന്ന ക്രിസ്തുവിൻ്റെ ഭാവം മനുഷ്യനിൽ നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. സ്നേഹിച്ചില്ലെങ്കിലും കരുണ കാണിച്ചില്ലെങ്കിലും ദൈവിക സ്വഭാവങ്ങൾ സഭാമധ്യത്തിൽ പ്രായോഗികമാക്കിയില്ലെങ്കിലും കുഴപ്പമില്ല. സഭയുടെ നിയമങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അതിനൊന്നും മുടക്കം വന്നുകൂടാ. അത് ലംഘിക്കുന്നവരെ തീർച്ചയായിട്ടും പ്രതിക്കൂട്ടിൽ നിർത്തണം. അന്നത്തെ പോലെ ഇന്നും പരീശന്മാരുടെ ചിന്തകൾ ഇതൊക്കെയാണ്. ഈ സാഹചര്യത്തിലാണ് ക്രിസ്തുവിൻ്റെ മനസ്സ് നാം മനസ്സിലാക്കേണ്ടത്. യേശു പറയുന്നു, മനുഷ്യൻ്റെ ആവശ്യത്തിന് മുൻഗണന നൽകുക, വിശപ്പുള്ളവൻ അപ്പം കൊടുക്കുക,
കഷ്ടപ്പെടുന്നവനെ ഉയർത്തിക്കൊണ്ടുവരിക. ദൈവത്തിൻ്റെ നിയമങ്ങൾ എല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ടാണ്. അവനെ അടിച്ചമർത്തുവാനല്ല, അവനെ ഉദ്ധരിക്കുവാൻ വേണ്ടിയാണ്. എന്നിട്ട് രാജാവായ ദാവീദിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ പറഞ്ഞിരിക്കുന്നു. രാജാവാണെങ്കിലും വിശപ്പിൻ്റെ ആ നിമിഷത്തിൽ അവൻ ചെന്ന് പുരോഹിതന്മാരോട് അവർക്ക് മാത്രം ഭക്ഷിപ്പാൻ അനുവാദം ഉണ്ടായിരുന്ന, നിയമമുണ്ടായിരുന്ന ആ അപ്പം വാങ്ങി ഭക്ഷിക്കുന്നു. അവിടെ പുരോഹിതന്മാർ കണ്ടത് നിയമത്തിൻ്റെ അക്ഷരങ്ങളെക്കാൾ അവൻ്റെ വിശപ്പിനെയാണ്. ഈ സംഭവം യേശു ഇവിടെ ആവർത്തിക്കുകയാണ്. ഇന്നത്തെ ആത്മീയ സമൂഹത്തിൽ കാണുന്ന വലിയൊരു വൈരുദ്ധ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ദേവാലയങ്ങൾ കെട്ടിപ്പണിയുന്നതിനും അത് നവീകരിക്കുന്നതിനും അമിത ശ്രദ്ധ പലപ്പോഴും പലരും കാണിക്കുമ്പോൾ ആ ദൈവാലയത്തിൽ വരുന്ന സാധുക്കളായ, അശരണരായ, സഹായം ആവശ്യമുള്ള മനുഷ്യരെ അവഗണിക്കുന്നു. കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കുമ്പോഴും മാനുഷിക ബന്ധങ്ങളെ അവർ തകർക്കുന്നു. കരുണ കുറയുന്നു, സ്നേഹം കുറയുന്നു. ഈ അവസ്ഥയാണ് യേശു തിരുത്തുവാൻ ശ്രമിച്ചത്. ഈ ചിന്ത നമ്മെ പുതിയൊരു കാഴ്ചപ്പാടിലേക്ക് നയിക്കണം. നിയമങ്ങളുടെ നടപ്പാക്കൽ അതിനേക്കാൾ പ്രധാനം സ്നേഹത്തിൻ്റെ ആ പാതയിലേക്ക് നമ്മൾ വരിക എന്നുള്ളതാണ്. ആചാരങ്ങളുടെ നടപ്പാക്കലല്ല, ഹൃദയങ്ങളെ മനസ്സിലാക്കലാണ് യഥാർത്ഥ ആത്മീയത. അതുകൊണ്ട് യേശുക്രിസ്തുവിൻ്റെ ജീവനിൽ നമുക്ക് നടപ്പാൻ ദൈവം കൃപ നൽകട്ടെ. കർത്താവേ, അങ്ങയുടെ വചനം പോലെ, അങ്ങ് ചിന്തിച്ചതുപോലെ ചിന്തിപ്പാൻ അങ്ങയുടെ മനസ്സ് എല്ലാവർക്കും നൽകണം. ക്രിസ്തുയേശുവിൻ നാമത്തിൽ ആമേൻ. നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനെ, നിന്നെ വിട്ടിട്ടടിയങ്ങൾ എങ്ങു പോയി വസിക്കും.